ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം കൂരിയ, നിങ്ങളാണ് താരം. വിമത വൈദിക കോമരങ്ങളെ നിങ്ങൾ ഇറക്കിവിട്ടല്ലോ. ഇനി അവർ തെരുവിലോ വീട്ടിലോ നാട്ടിലോ ദേശീയ പാതയോരത്തോ സമരം ചെയ്യട്ടെ. നിരാഹാരമോ നിശാഹാരമോ പന്തം കൊളുത്തി പ്രകടനമോ അവ നടത്തട്ടെ. മെത്രാസന മന്ദിരത്തിലും കത്തീഡ്രൽ ബസിലിക്കയിലും അവർ സമര കോലാഹലങ്ങൾ നടത്തുമ്പോൾ ഉള്ളിലൊരു തീ ആയിരുന്നു. ഇപ്പം അത് മാറി. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് ഇനി ഈശോ നമ്മെ കുറ്റപ്പെടുത്തില്ലല്ലോ. കത്തീഡ്രൽ ബസിലിക്ക പള്ളിയിലും മെത്രാസന മന്ദിരത്തിലും തമ്പടിച്ചിരുന്ന കള്ളന്മാരെ അടിച്ച് പുറത്താക്കിയല്ലോ എറണാകുളം കൂരിയ. ഗംഭീരം. മാത്രമല്ല, ഈ വിമത വൈദികരുടെ ഗൂഢ ലക്ഷ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഈ പുറത്തെ സമരം, അങ്കമാലിയിലെ ദേശീയ പാതയോർത്ത സമരം നല്ല പങ്ക് വഹിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും സംവത്സരങ്ങളായി സമരാഭാസങ്ങളുടെ വേദിയും കേന്ദ്രവുമായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതര മെത്രാസന മന്ദിരവും കത്തീഡ്രൽ ബസിലിക്കയും. ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങളുടെ അപ്പനാണ്, ഞങ്ങളുടെ അമ്മാവനാണ്, ഞങ്ങളുടെ അമ്മായിയാണ്, ഞങ്ങളുടെ അമ്മായി അമ്മയാണ് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. എന്തൊരു അഹങ്കാരവും തോന്നിയാസങ്ങളായിരുന്നു അവിടെ. ആ അക്രമകാരികളെ അവിടെ നിന്ന് കവാടത്തിന് പുറത്തേക്കും ഇപ്പോൾ അങ്കമാലിയിലേക്കും ഓടിച്ചു വിട്ടിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയ. ഗംഭീരം. അഭിനന്ദനങ്ങൾ. ബോസ്കോ പിതാവിനും അദ്ദേഹത്തിന് കട്ട പിന്തുണയുമായി നിൽക്കുന്ന കൂരി അംഗങ്ങൾക്കും സഭയുടെ പേരിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേരിൽ അഭിനന്ദനങ്ങൾ. ലോകത്തെ സകല ജനങ്ങളുടെയും പേരിൽ അഭിനന്ദനങ്ങൾ. ഞങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും തുടരുന്നതാണ്. ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ ചില ചോദിച്ചേക്കാം, നെറ്റ് ചുളിച്ച് ചോദിച്ചേക്കാം, പുതുതായി പട്ടം കിട്ടിയവരെയും അങ്കമാലിയിലെ സമരപ്പന്തലിൽ കണ്ടല്ലോ, അതേക്കുറിച്ച് മാണിപ്പറമ്പിൽ എന്ത് പറയുന്നു? അവർ അവിടെ പോകില്ലെന്ന് ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അവരെക്കുറിച്ച് നിർഭയം എന്ന് വാഴ്ത്തുമൊഴി കേട്ടല്ലോ. അതേക്കുറിച്ച് മാണിപ്പറമ്പിലൊന്നും പറയാനില്ലേ? പറയാനുണ്ട്. ഒരു കാര്യം ഓർക്കുക, അവരും അവരുടെ വല്യേട്ടന്മാരായ വിമതരും എത്രയൊക്കെ വാശി പിടിച്ചിട്ടും പഠിച്ച പണി 18 നോക്കിയിട്ടും എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയിട്ടും ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് എഴുതി കൊടുത്ത് ഒപ്പിട്ടിട്ടല്ലാതെ അവർക്ക് പട്ടം കിട്ടിയില്ലല്ലോ. വിമതര് പത്തി താഴ്ത്തിയില്ലേ, തോറ്റു തൊപ്പിയിട്ടില്ലേ? ഇക്കാര്യത്തിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായെ അഭിനന്ദിച്ചല്ലേ പറ്റൂ. എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. എന്നിട്ട് അവസാനം ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടല്ലേ പട്ടം കിട്ടിയുള്ളൂ. പട്ടം കിട്ടിയിട്ട് അവരെന്ത് തോന്നിയ ദിവസം ചെയ്യട്ടെ. പക്ഷെ പട്ടം കിട്ടാനായിട്ട് ഇത് ചെയ്യേണ്ടി വന്നില്ലേ? അല്ലാതെ നടന്നില്ലല്ലോ. ഗതി കെട്ടപ്പോഴല്ലേ മനസ്സോടെയോ മനസ്സില്ലാതെയോ ഒപ്പിട്ട് കൊടുത്ത് പട്ടം വാങ്ങിച്ചത്? അത്രയും ഗതികേട് വേറെ ആർക്കെങ്കിലും ഉണ്ടായോ? പിന്നെ അവരുടെ ഉദ്ദേശശുദ്ധി ദൈവം നിശ്ചയിക്കട്ടെ. അവരുടെ തിരുപ്പട്ടം സാധുവാണോ അല്ലയോ എന്നൊക്കെ ഭാവിയിൽ തെളിയാനിരിക്കുന്ന കാര്യങ്ങളാണ്. അത് തെളിയട്ടെ, അതുവരെ കാത്തിരിക്കാം. ഈ നിർഭയം 24 പേര് സമരപ്പന്തൽ ചെന്നതാണ് നിർഭയം എന്ന് വാഴ്ത്തുമൊഴി നിങ്ങൾ പറയണേ. എനിക്കതല്ല നിർഭയമായിട്ട് തോന്നണേ. ഉറഞ്ഞു തുള്ളുന്ന വിമത കോമരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ സഭയുടെ വഴിക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ കൂരിയായിലെ അംഗങ്ങൾ കാണിച്ച വകതിരിവും ധീരതയും, അതാണ് ക്ഷേമം. 400ഓളം പേരുണ്ടെന്ന് അവകാശപ്പെടുന്ന വിമതരുടെ കൂട്ടത്തിൽ കൂടുന്നത് അതത്ര വലിയ നിർഭയമൊന്നുമല്ല. എന്തിനും മടിക്കാതെ നിൽക്കുന്ന ഈ 400ഓളം പേർക്കെതിരെ ഇപ്പുറത്ത് 4 പേര്, വെറും 4 പേര് മാത്രമായി പട നയിക്കുന്നു. അതാണ് ചങ്കൂറ്റം. എന്തിനും മടിക്കാത്ത 400 പേര് അപ്പുറത്ത്, അവരെ പിന്തുണയ്ക്കാൻ കുറച്ച് അൽമായം മുന്നിട്ട് ഗുണ്ടകൾ, ഇപ്പുറത്ത് വെറും 4 പേര്. എന്നിട്ടും ഈ 400ഉം അവരുടെ ഗുണ്ടകൾക്കുമെതിരെ പട നയിക്കുന്ന 4 പേര്. അവരുടെ ചങ്കൂറ്റമല്ലേ ചങ്കൂറ്റം? അല്ല, 400 പേരുടെ കൂട്ടത്തിൽ 24 പേര് ചേരുന്നത് അതിലെന്ത് നിർഭയവും ചങ്കൂറ്റം ഉണ്ട്?
ഈ 400 വിമത വൈദികർക്കെതിരെ അവർ അവകാശപ്പെടുന്നത് പോലെ 400 ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ആത്മായ മുന്നേറ്റ ഗുണ്ടകൾക്കെതിരെ 4 പേർ ചേർന്ന് ആ പട നയിക്കുന്നില്ലേ? അതല്ലേ ചങ്കുറപ്പ് എന്ന് പറയുന്നത്, നെഞ്ചുറപ്പ് എന്ന് പറയുന്നത്. ഈ നെഞ്ചുറപ്പ് സഭാവിരുദ്ധർക്കുണ്ടോ? ഇല്ലല്ലോ. സഭയുടെ കൂടെയുള്ളവർക്കാണുള്ളത്. ഈ ഫുട്ബോൾ കളിയിൽ എല്ലാവരെയും വെട്ടിച്ചിട്ട് ഗോളടിച്ചാൽ അതിനാണ് ധീരത നിങ്ങൾ പറയുമോ? അതല്ല ധീരത. അല്ലെങ്കിൽ വാക്കത്തിയും വെട്ടുകത്തിയും കുപ്പിയേറും കോലം കത്തിക്കലായിട്ട് വരുന്നതാണോ ധീരതയും ചങ്കൂറ്റും? അത് ഭീരുക്കളുടെ വഴിയല്ലേ? അതെല്ലാം ഭീരുക്കളുടെ വഴിയാണ്. സഭയുടെ വഴി വേറെയാണ്. കാരണം സഭയുടെ കൂടെയുള്ളത്, കൂരിയായുടെ കൂടെയുള്ളത് കർത്താവാണ്. വിമതരുടെ കയ്യിലുള്ളത് ഭൗതിക ലോകത്തിന്റെ ആയുധങ്ങളല്ലേ, പണവും പത്രാസും. കൂരിയായിലുള്ളതോ, കൂരിയായിലുള്ളവരുടെ കയ്യിലോ കർത്താവ് നൽകിയ ആത്മീയ ആയുധങ്ങൾ. യുദ്ധം മൂർധന്യാവസ്ഥയിലാകാൻ പോകുന്നതേയുള്ളൂ. കർത്താവാണോ വിമതരുടെ പിശാചാണോ ജയിക്കുകയെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? കർത്താവ് ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? കർത്താവിന്റെ സഭ ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ഈ വിമത വൈദികരും ഈ അൽമായ മുന്നേറ്റക്കാരും എന്താ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണേ? തെരുവിലും പാതയോരത്തും ദേശീയ പാതയോരത്തും ഇതെന്താ ഇവരിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണേ? ഒരുപാട് പേര് ചോദിക്കും ചോദ്യം, എന്തുകൊണ്ടാണ് ഈ അച്ഛന്മാരിങ്ങനെ കാട്ടിക്കൂട്ടുന്നത് കോപ്രായങ്ങൾ? ഞാനൊരു കഥ പറയാം. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാ. 1979 ഞാൻ 10ാം ക്ലാസ് പാസ്സാവുന്നത്. ആ സമയത്ത് 10ാം ക്ലാസ്സിലാണോ 9ാം ക്ലാസ്സിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഹിന്ദി പാഠപുസ്തകത്തിൽ ഞങ്ങൾ പഠിച്ചൊരു പാഠം ഹിന്ദിയിൽ. അതിൻ്റെ ഒരു രക്തച്ചുരുക്കാണ്, ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഈ രണ്ടുപേര് തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ ശണ്ഠ കൂടി വഴക്ക് കൂടി ആ വഴക്ക് മൂത്ത ഘട്ടത്തിൽ ഒരുത്തൻ മറ്റൊരുത്തൻ്റെ മൂക്കങ്ങ് കടിച്ച് പറിച്ചെടുത്തു. അങ്ങനെ ചോര അങ്ങനെ കുടുകുടാ ഒഴുകുകയാണ്. അപ്പോൾ അവൻ ചിരിക്കാൻ തുടങ്ങി. ആൾക്കാരും ഈ മറ്റേ മൂക്ക് കടിച്ചിട്ടവനും ഇതെന്താ ഇവൻ ഇങ്ങനെ ചോര ഒഴുകുന്നു, വേദന കൊണ്ട് പൊളയേണ്ടതിന് പകരം അവൻ എന്നോട് ചിരിക്കുകയാണ്. നീ എന്താ ചിരിക്കണേ? നിനക്ക് വേദനയില്ലേ? എനിക്ക് വേദനയില്ല, എനിക്ക് ഭയങ്കര ആനന്ദമാണ്, സന്തോഷമാണ്. എന്തുകൊണ്ടാ അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും ആളുകൾ ഒരുപാട് പേര് കൂടി അങ്ങനെ അവർ നിർബന്ധിക്കാൻ തുടങ്ങി. നീ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? നിനക്ക് വേദനയില്ലേ? ചോര ഒഴുകുന്നുണ്ടല്ലോ, ആശുപത്രി പോകാം. എനിക്ക് ആശുപത്രിയിലും പോകണ്ട, എനിക്ക് വേദനയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ആനന്ദമാണ്. എന്നിട്ടും അവൻ തുള്ളിച്ചാടി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. അവസാനം അവർ നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? നിനക്ക് എന്താ ഈ ആനന്ദം? നിന്റെ മൂക്ക് പോയില്ലേ? അപ്പം അവൻ പറഞ്ഞു, മൂക്ക് പോയാൽ എന്താ? ദൈവം ഇരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക ഒരു പോയിന്റിലാണ്. നമ്മൾ നോക്കുമ്പോൾ ഈ മൂക്കിൻ്റെ അറ്റം കാരണം ഈ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഒരു പ്രത്യേക ആംഗിളിലാണ് ദൈവം ഇരിക്കുന്നത്. മൂക്ക് പോയാൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ കാണാം. ദൈവത്തെ കാണുന്നതിൽ കൂടുതൽ എന്ത് ആനന്ദം! എനിക്കിപ്പോൾ ദൈവത്തെ കാണാം. അതുകൊണ്ടാണ് ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണേ. എൻ്റെ മൂക്ക് പോയപ്പോഴാണ് അവൻ കടിച്ചു പറിച്ചപ്പോഴാണ് ഈ പ്രത്യേക ആംഗിളിൽ ഇരിക്കുന്ന ദൈവം അവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കണ്ണിക്കൂടെ ഇങ്ങനെ നോക്കിയാൽ ഈ മൂക്കിൻ്റെ തടസ്സം കാരണം ദൈവത്തെ കാണാൻ പറ്റില്ലായിരുന്നു. ഈ മൂക്ക് പറഞ്ഞു പോയപ്പോൾ ഇതാ എനിക്ക് ദൈവത്തെ കാണാം. ഇതിൽ കൂടുതൽ പരമാനന്ദം എന്തുണ്ട്? അങ്ങനെ പറഞ്ഞു തുള്ളിച്ചാടി പറഞ്ഞു, ആർക്കെങ്കിലും ദൈവത്തെ കാണണമെങ്കിൽ മൂക്ക് മുറിച്ചാൽ മതി, ആർക്കെങ്കിലും ദൈവത്തെ കാണണമെങ്കിൽ മൂക്ക് മുറിച്ചാൽ മതി. അപ്പോൾ ഈ കേട്ടുന്നവരിൽ ഒരാൾക്ക് തോന്നി, മൂക്ക് പോയാലും ദൈവത്തെ കാണാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഗംഭീര കാര്യമാണല്ലോ. അങ്ങനെ അവൻ വന്നു. അങ്ങനെ മറ്റോൻ കത്തിയെടുത്തിട്ട് ഈ തയ്യാറായി വന്നതിൻ്റെ മൂക്ക് മുറിച്ചു. വേദന കൊണ്ട് പൊളയാണ് അവൻ. ചുടുചോര ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഈ ആദ്യം മൂക്ക് പോയവൻ ഈ രണ്ടാമത് മൂക്ക് പോയതിൻ്റെ ചെവിയിൽ പറഞ്ഞു, ഏതായാലും മൂക്ക് പോയി, നാണക്കേടാണ്. ഇപ്പം ദൈവത്തെ കാണാമെന്ന് പറഞ്ഞ് തുള്ളുകയാണ് നല്ലത്. ഈ മുഖം രക്ഷിക്കാൻ നല്ലത് ദൈവത്തെ കാണാമെന്ന് പറഞ്ഞ് തുള്ളുകയാണ്. അവനും തുള്ളാൻ തുടങ്ങി. ഈ അവസ്ഥയാണ് വിമത വൈദികർക്ക് വന്ന് പറ്റിയിരിക്കുന്നത്. അവരുടെ മൂക്കും എല്ലാം പോയി, മുഖം പോയി. ഇപ്പോൾ ദൈവത്തെ കാണാം. നീതി അധാർമികതയ്ക്കെതിരെ സമരം, അനീതിക്കെതിരെ സമരം, സത്യത്തിന് വേണ്ടി സമരം, ഇങ്ങനെയുള്ള കോപ്രായങ്ങളുമായി ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് പറയും, ഞങ്ങൾക്കിപ്പോൾ ദൈവത്തെ കാണാം, നീതി ഞങ്ങളുടെ വശത്താണ്, സത്യം ഞങ്ങളുടെ വശത്താണ് എന്നെല്ലാം പറഞ്ഞിങ്ങനെ തുള്ളുകയാണ്. മൂക്കും പോയി, നാണക്കേടുമായി. ഇനി ഏതായാലും മൂക്ക് പോയി, ഇനി തുള്ളുക നല്ലതെന്നും പറഞ്ഞ് തുള്ളിക്കുകയാണ് ബാക്കിയുള്ളവരെയും. ഈ ആദ്യം സമരം ചെയ്തവരുടെ മൂക്കൊക്കെ പോയി ആകെ തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. എന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ
തുള്ളിച്ചാടി ഞങ്ങളുടെ കയ്യിൽ നീതിയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സത്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ദൈവമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പറയും ഏതായാലും പെട്ടു, ഇനി തുള്ളുക നല്ലത്. ഈ തുള്ളലാണ് കാട്ടിക്കൂട്ടലുകളാണ്, കോപ്രായങ്ങളാണ് ഇപ്പോൾ ഈ അങ്കമാലിയിലേക്ക് വരുത്തിയിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് അങ്കമാലിക്ക് എത്തി. ഇനി വടക്കോട്ടായിരിക്കും ചിലപ്പോൾ ദിശ. തെക്കോട്ട് പോകാൻ അത്ര എളുപ്പമല്ല. വടക്കോട്ട് എവിടെ വരെ പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചാലക്കുടി പുഴയ്ക്ക് അപ്പുറത്തേക്കും പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ തുള്ളൽ നടക്കുകയാണ്. മൂക്ക് പോയുടെ തുള്ളൽ എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് അങ്കമാലി ദേശീയപാതയോരത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വടക്കോട്ട് നീങ്ങോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ മൂക്ക് പോയി ഇല്ലേ, എല്ലാം പോയി, നഷ്ടപ്പെട്ടു, നാണം കെട്ടു. ഇനി തുള്ളാനായിട്ട് തയ്യാറുള്ളവർക്ക് ഈ വിമതരുടെ പക്ഷത്ത് ചേരാം. അപ്പോൾ ഈ 24 പേരോ 240 പേരോ ഒക്കെ ചേർന്നോട്ടെ. അവരൊക്കെ ഇങ്ങനെ ഈ മൂക്ക് പോയവരുടെ തുള്ളൽ പോലെ നാണക്കേട് കൊണ്ട് തുള്ളുന്നതല്ലാതെ ഒരു കാര്യം ഉണ്ടാകില്ല. ഉറഞ്ഞ തുള്ളാം എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാകില്ല. കാരണം പിശാചൻ്റെ വഴിയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ വഴിയല്ല. ദൈവത്തിൻ്റെ വഴി ഇങ്ങനെയല്ല. അതുകൊണ്ട് എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും ഇത് ദൈവത്തിൻ്റെ വഴിയല്ല. ഇങ്ങനെ പാതയോരത്ത് സമരം കെട്ടി അച്ഛന്മാർ നിരാഹാരം ഇരിക്കുക, അതും ഒരു കൂതാശയുടെ പേരും പറഞ്ഞ്, എന്നിട്ട് പറയും ഞങ്ങൾ കൂതാശയ്ക്ക് വേണ്ടിയല്ല, ഇപ്പം നീതി, സത്യം, ന്യായം എന്നൊക്കെ പറഞ്ഞ് നുണകൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അതിന് ഈ പ്രസംഗിക്കാൻ വരുന്നവരൊക്കെയോ വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കിയവരോ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരോ അങ്ങനെയുള്ള ആളുകളെയാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ഇവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് ഇവരുടെ പ്രശ്നമെന്ന്. നാട്ടുകാർക്കെല്ലാം ബുദ്ധിയും ബോധമില്ലേ? അതുകൊണ്ട് ഈ വിമത വൈദിക ഈ കലാപം, ഈ പ്രക്ഷോഭം, ഒരു പ്രക്ഷോഭവും ഇല്ല, ഒരു കലാപവും ഇല്ല. അത് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. 500 പേര് കാശ് കൊടുത്തും അല്ലാതെയും കൊണ്ടുവന്നാൽ സമരം വിജയിച്ചെന്ന് വിചാരിക്കണേ? ഇങ്ങനെ ഇവർക്ക് എന്ത് നേടാൻ പറ്റുന്ന വിചാരിക്കണേ? വെറുതെ വിചാരിക്കുകയാണ്, ഒരു സംഗതി നടക്കില്ല. അതുകൊണ്ട് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതരെ കൂരി അംഗങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. നിങ്ങൾ ഈ കത്തീഡ്രൽ ബസിലിക്ക ദേവാലയത്തിൽ ഇവരെ പുറത്താക്കുകയും മെത്രാസന മന്ദിരത്തെ പുറത്താക്കുകയും തെരുവിലേക്ക് അവർ വിടുകയും ചെയ്തപ്പോൾ തന്നെ സമാധാനമായി, ഞങ്ങൾക്ക് സമാധാനമായി, സഭയ്ക്കുള്ളിലുള്ളവർക്ക് സമാധാനമായി, സത്യവിശ്വാസക്ക് സമാധാനമായി. കാരണം കർത്താവിൻ്റെ കുർബാനയും ദേവാലയമൊക്കെ നശിപ്പിക്കുന്നല്ലോ, അവരത് അശുദ്ധമാക്കുന്നല്ലോ സങ്കടവും വിഷമൊക്കെയായിരുന്നു ഞങ്ങൾക്ക്. ആ വിഷമം പകുതി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തെരുവിലും പാതയോരത്തൊക്കെ അവർ ചെയ്യട്ടെ, ഒരു കാര്യം ഉണ്ടാകലും നമുക്കറിയാം. നിങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നയിക്കുന്ന ബോസ്കോ പിതാവിനും കൂരി അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി എല്ലാവരുടെ പേരിൽ അഭിനന്ദനങ്ങൾ. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.